അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹൗസ് വാമിങ്ങിൻ്റെ തലേന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. മുട്ട ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കമോൺ. എനിക്കുണ്ടല്ലോ ഇങ്ങനെ മുട്ടക്കുട്ടിയായിരിക്കണത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ കുടിയിരിക്കൽ അടുപ്പിച്ച് ആളെ മുട്ടക്കുട്ടിയാക്കാമെന്ന് വിചാരിച്ചത്. നമ്മുടെ കെട്ടിയന്മാരൊക്കെ ഫുൾ ബിസി ആയതുകൊണ്ട് തന്നെ ഞാനും ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫും കൂടിയിട്ടാണ് ഷോപ്പിലോട്ട് വന്നത്. ഇവനെ, അതായത് നമ്മുടെ ഇസുട്ടനെ വൺ സൈഡൊക്കെ വെട്ടി സുന്ദര കുട്ടപ്പനാക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഹൗസ് വാമിങ്ങിന് വെറും 2 ദിവസം ബാക്കിയുള്ളപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോസാണിത്. ആ ഒരു സെയിം ഡേ മഗ്‌രിബിന് ശേഷം എൻ്റെ ആങ്ങളെയും നാത്തൂനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഇത് വന്നിട്ട് എൻ്റെ കസിൻ ബ്രദറാണ്. പക്ഷേ എന്തോ എനിക്ക് അങ്ങനെ പറയാൻ ഇഷ്ടമല്ല. ആളെ നമ്മുടെ സ്വന്തം ബ്രദറായിട്ട് തന്നെയാണ് കാണുന്നത്. ചെറിയ കുട്ടിയൊക്കെ ഉള്ളതല്ലേ, നിനക്ക് വാഷിംഗ് മെഷീൻ മസ്റ്റ് ആണെന്നും പറഞ്ഞിട്ട് ആള് വന്നപ്പോൾ അതും പിടിച്ചോണ്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ഷോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷോ ഒന്നല്ല ഗൈസ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഷോ കാണിക്കുന്ന ആൾക്കാരൊന്നല്ല, അത് വേറെ വിഷയം. എന്തായാലും ഇവന്മാർ വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ മുടിഞ്ഞ പണിത്തിരക്ക് കാരണം എൻ്റെ ഹസ്ബൻഡിന് ഒരു ഒഴിവുമില്ല. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു ചടങ്ങുണ്ടല്ലോ, അത് മൊത്തം പെൻഡിങ്ങിലായിട്ട് കിടക്കായിരുന്നു. ഇവന്മാർ വന്നതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായി. നമ്മളതെല്ലാം തൂക്കി പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്ത് തന്നതിന് ശേഷം രാത്രി ആയിട്ടുണ്ട് അവന്മാർ തിരിച്ചു പോയപ്പോൾ. ഈ ഒരു ഗിഫ്റ്റ് മാത്രമല്ല കേട്ടോ, എൻ്റെ അമ്മായിൻ്റെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ അവർ വന്നപ്പോൾ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇവർ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡിൻ്റെ അനിയനും വൈഫും ഇസുട്ടനും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഈ ഒരു സെയിം ഡേ ആണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഫർണിച്ചർ കാര്യങ്ങളൊക്കെ വരുന്നത്. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഭയങ്കര ആവേശത്തിലാണ് കേട്ടോ നമ്മുടെ മക്കളൊക്കെ. നമ്മളിങ്ങനെ അവർ വരുന്നത്, അതായത് വണ്ടിക്കകത്ത് ഇങ്ങനെ സാധനം കൊണ്ടുവരുന്നത് നോക്കിയിരിക്കുകയാണ്. ഫർണിച്ചർ ഐറ്റംസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് എന്നൊന്നും ഞാൻ പറയത്തില്ല. ഇങ്ങനെതാ കട്ടിൽ, കിടക്ക, അതേപോലെ തന്നെ ടേബിള്, ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വന്നിട്ട് ഉപ്പച്ചിൻ്റെ വീട്ടിൽ നിന്നായിട്ടും ഉമ്മച്ചിൻ്റെ വീട്ടിൽ നിന്നായിട്ടും പിന്നെ ഇവിടെ നവാസാക്കൻ്റെ വീട്ടിൽ നിന്നും അവരുടെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അങ്ങനെ കുറേ ഉണ്ട്. കുടിയിരിക്കലിൻ്റെ 2 days മുമ്പുള്ള വിശേഷങ്ങളാണ് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നതാണ് നമ്മുടെ തലേന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. നമ്മുടെ ബാക്കിയുള്ള കിച്ചൺ ഐറ്റംസ് ഒക്കെ കൊണ്ട് ഉപ്പച്ചിയും അനിയത്തിയൊക്കെ വരുന്നുണ്ട്. ഇവിടെ ആനക്കയത്ത് എത്തിയപ്പോൾ ഞാനും അവരുടെ കൂടെ അങ്ങ് കൂടിയിട്ടുണ്ട്. ഇവിടെ ഇതാ ഓരോന്നായിട്ട് നല്ല തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് സോഫയൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് പറ്റാത്ത ടൈമിലൊക്കെ വീഡിയോ എടുത്ത് തരാൻ എന്നെ കട്ടൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ നിഷുക്കുട്ടനും ഉണ്ട് കൂടെ. ക്യാമറ പിടിക്കാനൊക്കെ ആളിപ്പം കറക്റ്റായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. എവിടെ എടുക്കണ്ടെന്നൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് കണ്ടെയ്നറിലാക്കിയിട്ടായിരുന്നു കൊണ്ടുവന്നത്. അതുകൊണ്ട് സുഖമായി. ജസ്റ്റ് ഇതങ്ങ് അതിൻ്റേതായിട്ടുള്ള ആ ഒരു കറക്റ്റ് സ്ഥലത്ത് അങ്ങ് പ്ലേസ് ചെയ്താൽ മതി. മുകളിൽ എന്താ ഒരു കുട്ടിച്ചാക്കിൽ കെട്ടി വെച്ചേക്കുന്നതെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതെന്താണെന്നറിയോ, നമ്മൾ ഈ ആദ്യമായിട്ട് വീട്ടിലോട്ട് അരിയും മുസായിഫൊക്കെ കയറ്റത്തില്ലേ, അങ്ങനെ വെച്ചിട്ടുള്ള ആ ഒരു ബർക്കത്തിൻ്റെ അരിയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് എടുത്തു മാറ്റണ്ടെന്ന് വിചാരിച്ച് ഇവിടെ മൊത്തം ഡിസോർഡറായി കിടക്കുവാണ്. നമ്മൾ കൊടുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ മൊത്തം ഡിസോർഡറാണ് കേട്ടോ. ഇനി അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. വീഡിയോയിൽ ഇതേതാ ഒരു പുതുമുഖം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും. ഇതെൻ്റെ ഉപ്പച്ചിൻ്റെ ചെറിയ പെങ്ങളെ മോനാണ് കേട്ടോ. എൻ്റെ അനിയൻ ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് നമ്മളെ ഒറ്റൊക്കെ ഹെൽപ്പാക്കിയിട്ട് നമ്മുടെ കൂടെ നിൽക്കാൻ ഇവന്മാർ 2 പേരും ഉണ്ടായിരുന്നേ. അത് തന്നെ അൽഹംദുലില്ലാ. വളർത്തുഗുണം എന്നൊക്കെ പറയില്ലേ, അത് വാരിക്കോരി കിട്ടിയ മക്കളാണ് ഇവന്മാരുണ്ടല്ലോ. ഇവർക്കൊന്നും പ്രത്യേകിച്ച് അഹങ്കാരമോ ജാടയോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ എന്ത് പറയുന്നോ അതൊക്കെ ചെയ്തു തരും. കണ്ടറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യണ കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അവന് ഈ പണികളോ ഒന്നും തന്നെ എടുക്കാൻ ഒരു മടിയില്ല. ഫ്രിഡ്ജ് ഒരു 2-3 ദിവസം മുമ്പ് എങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ആകെ മൊത്തം ഡിസോർഡറാണ്. അങ്ങനെ ഉപ്പച്ചിയും അനിയത്തിയും പിന്നെ നമ്മുടെ ഷാനുകുട്ടനും ഞാനും എല്ലാവരും കൂടിയിട്ട് ഇവിടെ മൊത്തം സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. പാത്ര സ്റ്റാൻഡ് സെറ്റ് ചെയ്യലും അതിനകത്ത് പാത്രങ്ങളും പ്ലേറ്റും ഗ്ലാസും എല്ലാം വെച്ച് അങ്ങ് അറേഞ്ച് ചെയ്യണൊക്കെ ആ ഒരു ഡ്യൂട്ടി ആളങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട്. അതവൻ ഭംഗിയായിട്ട് ചെയ്യണമുണ്ട്. ക്ഷമായി കരുതുണ്ടാവും ഈ ചെറുക്കനെ കൊണ്ടേ നല്ല മുതലാക്കിപ്പിച്ചിട്ടുണ്ട്.
മോഡുലാർ കിച്ചണൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഗൈസ്. നമ്മൾ വന്നിട്ട് മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. സോ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്നൊക്കെ പറയില്ലേ, ആ തോതിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ബഡ്ജറ്റ് കാര്യങ്ങൾ അതിനനുസരിച്ചൊക്കെ ആക്കിയിട്ടുള്ള ഒരു വീടാണ്. അൽഹംദുലില്ലാ, ഇത് തന്നെ ധാരാളം. അള്ളാഹ്നോ എത്ര സ്തുതിച്ചാലും സ്തുതി തീരൂല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് വർക്കും കൂടെ ബാക്കിയുണ്ട്. ഇങ്ങനെ ഈ ഡോറൊക്കെ വെക്കുന്ന ആ ഒരു വർക്ക്, അതൊക്കെ ഇനി ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടാണ്. കിച്ചൺ മാത്രമല്ല, വീട് മൊത്തത്തിൽ ഡിസോർഡറായി കിടക്കുകയാണ്. അപ്പോൾ അനിയത്തി ഇതവിടെ മൊത്തം അടിച്ചു വാരി വൃത്തിയാക്കണുണ്ട് കേട്ടോ. ഇവിടെ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പോയതാണ്. ഞാനും ഉപ്പച്ചിയും അനിയത്തിയും കൂടിയിട്ട് ഒരു ദിവസം വന്നിട്ട് മൊത്തത്തിൽ വീടിനെ കുളിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഊസൊക്കെ ഇട്ട് വെള്ളമൊക്കെ അടിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി പോയതായിരുന്നു വീടിനെ. ഇനി ഇങ്ങനത്തെ കുറച്ച് ഈ ഒരു ചമ്മൽ കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുക. ഹോളിലെ ഈ ഒരു ഷെൽഫ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് വുഡായിട്ടൊക്കെ ഫീൽ ചെയ്യും അല്ലേ? ഇത് ആക്ച്വലി വുഡൊന്നല്ല കേട്ടോ, ഇതൊക്കെ നമ്മുടെ ഉപ്പച്ചിയുടെ കലാവിരുദ്ധകളാണ്. ആളിത് മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, പോളിഷൊക്കെ ചെയ്ത് കറക്റ്റ് വുഡായിട്ട് തോന്നുന്ന ആ ഒരു കോലത്തിൽ അങ്ങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഷോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങ് അറേഞ്ച് ചെയ്യണുണ്ട് കേട്ടോ. ഈ ഫ്ലവേഴ്സൊക്കെ നമ്മൾ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യണതായിരിക്കും. എല്ലാ വീഡിയോ ലിങ്ക് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ കേട്ടോ, പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആക്കാം എന്തായാലും. അപ്പോൾ ഇതിങ്ങനെ മറിഞ്ഞ് വീഴാതെക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നമ്മുടെ ബേബി മെറ്റലൊക്കെ ഇട്ടങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാവുമ്പോൾ മറിഞ്ഞ് വീഴൊന്നുമില്ല. ഇത് സംഭവം നല്ല വേർത്താണ് കേട്ടോ. ഈ ഒരു ഫ്ലവർ ആ ഒരു പ്രൈസിനുള്ളതൊക്കെ ഉണ്ട്. വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നേ. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫാണ്, അതായത് എൻ്റെ ഇളയച്ചി എന്നൊക്കെ പറയില്ലേ, ആളാണ്. ആൾ വന്ന ഉടനെ തന്നെ മുറ്റൊക്കെ അടിച്ചു വാരി സെറ്റാക്കി വെക്കുന്നുണ്ട്. കുടിയിരിക്കലിൻ്റെ 3-4 ദിവസം മുമ്പ് കൊണ്ടുവരാൻ തുടങ്ങിയ സാധനങ്ങളാണ് കേട്ടോ, ഇപ്പോഴും തീർന്നിട്ടില്ല. ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ അമ്മായിയുടെ ഗിഫ്റ്റാണ്. അപ്പോൾ അവനത്, അതായത് നമ്മുടെ ഷാനുക്കുട്ടൻ അത് പോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. അപ്പോഴേക്ക് ഈ റൂമിലോട്ടുള്ള ബെഡ്, അതേപോലെ തന്നെ കട്ടിലൊക്കെ നവാസാക്കാൻ്റെ ഫ്രണ്ടാണ് ഗിഫ്റ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നേ. ഇവിടെ മൊത്തം എനിക്ക് നമ്മുടെ നിഷുക്കുട്ടനാണ് വീഡിയോ എടുത്ത് തരുന്നത്. ഇങ്ങോട്ടൊക്കെ എനിക്ക് പോകാൻ, അതായത് മൊത്തം ആണുങ്ങളല്ലേ, അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് മെയിൻ ആവണ്ടെന്ന് കരുതിയിട്ട് ഇത് വന്നിട്ട് എൻ്റെ സിസിൻലോൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ, നാത്തൂൻ്റെ. അപ്പോൾ ആളതും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം രാത്രിയൊക്കെ ആയി തുടങ്ങിയപ്പോഴേക്ക് ഇപ്പച്ചിയും അനിയത്തിയൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. അമ്മായിൻ്റെ വീട്ടിലോട്ടാണ് പോയിട്ടുള്ളത്, കാരണം രാവിലെ നേരത്തെ കാലത്ത് ഇങ്ങോട്ട് വരാനുള്ളതല്ലേ. അപ്പോൾ അവർ അവിടെയാണ് അന്ന് നിന്നത് കേട്ടോ. പിന്നെ നമ്മൾ ബാക്കി കുറച്ച് വർക്കുകളും കൂടെ ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു. അതായത് നിലം ജസ്റ്റ് ഒന്ന് അടിച്ചു വാരുക, പിന്നെ തുടക്കുക, ഇങ്ങനെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അടിച്ചു വാരലൊക്കെ ഓൾറെഡി നാത്തൂന് കഴിച്ചു വെച്ചിട്ടാണ് പോയത്. പിന്നെ നമുക്കിങ്ങനെ ജസ്റ്റ് ക്ലീൻ ആക്കാനും ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനായിരുന്നേ. ക്ലീൻ ആക്കൽ, അതായത് അകം തുടക്കൽ നമ്മൾ പോവാൻ നേരത്ത് തുടച്ചിട്ട് അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ്. മറ്റേത് മൊത്തം നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടിയിട്ട് അകം മൊത്തം ആകെ ഡേർട്ടി ആകും. സോ നമ്മൾ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നേ. 2 റൂമിലുള്ള ബെഡ്ഷീറ്റും നമ്മൾ മീഷോന്ന് തന്നെ ഓർഡർ ആക്കിയിട്ടുള്ളതായിരുന്നു. നമ്മുടെ 5 പീസ് ബെഡ്ഷീറ്റാണ് കേട്ടോ. ഹൗസ് വാമിങ്ങിന് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ആയിരുന്നു താരം കേട്ടോ. കുറേ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. സംഭവം നല്ല അടിപൊളിയായിരുന്നു. എനിക്കും തന്നെ ഭയങ്കര ഇഷ്ടമായി. സമയമൊക്കെ അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ. 10 കഴിഞ്ഞ് 11 കഴിഞ്ഞ് 11:30 12 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. എന്തായാലും നമ്മൾ അതൊക്കെ ക്ലീൻ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് മാറ്റ് ഇടുക, അങ്ങനത്തെ കുറേ പരിപാടികളാണ്. പിറ്റേ ദിവസം മൗലൂദ് ചെല്ലുമ്പോൾ വിരിക്കാനുള്ള ആ ഒരു ബ്ലാങ്കറ്റും പായൊക്കെ നമ്മൾ രാത്രി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ തലേന്നത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോക്കകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.